അർജന്റീന വേഴ്സസ് ബ്രസീൽ പോരാട്ടത്തിൻ്റെ 68-ാം മിനിറ്റിൽ ഒരു 17-ാം നമ്പർ ജേഴ്സി ധരിച്ച പയ്യനെ സ്കലോണി കളത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. മത്സരത്തിൻ്റെ 71-ാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ അർജന്റീൻ താരങ്ങൾ ബ്രസീൽ പോസ്റ്റിലേക്ക് ഇരച്ച് കയറിയ സമയം ഇടത് വിങ്ങിൽ നിന്ന് ടാഗ്ലിയാഫിക്കോ പന്തിനെ വലത് പാർശ്വത്തിലേക്ക് നീട്ടി നൽകി. ദെൻ വാട്ട് ഹാപ്പൻ? വർഷം 2002 റോമിലാണ് ജൂലിയാനോ സിമിയോണി ജനിക്കുന്നത്. ജൂലിയാനോ സിമിയോണിയുടെ അച്ഛനായ സിമിയോണി അന്ന് ഇറ്റാലിയൻ ക്ലബ്ബായ ലാസിയോയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അധിക കാലം അവർ റോമിലായിരുന്നു ജീവിതം കഴിച്ചു കൂട്ടിയത്. പിന്നീട് അതിനുശേഷമാണ് തിരികെ അർജന്റീനയിലേക്ക് വരുന്നതും അവിടെ റിവർ പ്ലേറ്റിൻ്റെ അക്കാഡമിയിലൂടെ തൻ്റെ ഫുട്ബോൾ യാത്ര ആരംഭിക്കുന്നതുമെല്ലാം. തൻ്റെ കുടുംബം ഒരു ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടും അതുപോലെ തന്നെ കാൽപന്തിനെ അത്രമാത്രം പാഷനേറ്റായി കൊണ്ടു നടക്കുന്നതായതുകൊണ്ടും വീട്ടുകാരെല്ലാം സിമിയോണിക്ക് വലിയ പിന്തുണയായിരുന്നു കുട്ടിക്കാലം മുതലേ നൽകി പോകുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതം ഫുട്ബോൾ ആകുമെന്ന് ഉറപ്പിച്ച സിമിയോണി ചെറുപ്പം മുതലേ നല്ലൊരു ഫുട്ബോൾ താരമായി മാറാൻ കുട്ടിക്കാലം മുതലേ നല്ല ഹാർഡ് വർക്ക് ചെയ്തു പോന്നിരുന്നു. 2021-22 സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ബി ടീമിലെത്തിയ സിമിയോണി അവിടെ മിന്നും പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഏകദേശം 51 മത്സരങ്ങളിൽ നിന്ന് 29 ഗോളുകളാണ് സിമിയോണി അന്ന് അടിച്ചുകൂട്ടിയത്. റൈറ്റ് വിങ് ഫോർവേഡാണ് സിമിയോണിയുടെ ഫേവറേറ്റ് പൊസിഷനെങ്കിലും സെൻട്രൽ ഫോർവേഡായും സെൻട്രൽ മിഡ്ഫീൽഡറായും സെക്കൻഡ് സ്ട്രൈക്കറായും സിമിയോണിക്ക് കളിക്കാൻ കഴിയും. നല്ല രീതിയിലുള്ള വേഗതയും ഫിറ്റ്നസ്സുമാണ് സിമിയോണിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത്. കൂടാതെ നല്ല രീതിയിൽ ടീമിന് വേണ്ടി മരിച്ചു കളിക്കാനുള്ള എനർജിയും നാം എടുത്തു പറയേണ്ട കാര്യമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ബി ടീമിലെ മിന്നും പ്രകടന ശേഷം സറാനസിലേക്കും അതുപോലെ തന്നെ അലാവസിലേക്കും സിമിയോണി ലോണിൽ പോകുന്നുണ്ട്. അവിടെയും മികച്ച പെർഫോമൻസ് തുടരാൻ സിമിയോണിക്ക് കഴിഞ്ഞു. ഒടുവിൽ വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് തിരിച്ചു വരുമ്പോൾ സിമിയോണി വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മെയിൻ ടീമിലേക്കാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പരിശീലകൻ അച്ഛനായ സിമിയോണി ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രിവിലേജ് കൊണ്ടാണ് ഇവിടെ കളിക്കുന്നതെന്നും ഇവിടെ എത്തിയതെന്നുമെല്ലാം പലരും പറയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അതിനുള്ള മറുപടി ജൂലിയാനോ സിമിയോണി തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലാസ് പാൾമസിനെതിരെ അത്ലറ്റിക്കോയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ആദ്യ അരങ്ങേറ്റ മത്സരം. പകരക്കാരൻ്റെ വേഷത്തിൽ ജൂലിയാനോ സിമിയോണി കളത്തിലേക്ക് ഇറങ്ങുന്നു. മത്സരത്തിൽ മൊളിനെ നീട്ടി നൽകിയ ബോൾ നേരെ വന്നത് സിമിയോണിയുടെ പക്കലിലേക്ക്. ഡിഫൻസിനെ കബളിപ്പിച്ച് തൻ്റെ തല കൊണ്ട് പന്തിനെ കൺട്രോൾ ചെയ്ത് ലാസ് പാൾമസിൻ്റെ ഗോൾ കീപ്പറെ നിരായുധനാക്കി സിമിയോണിയുടെ തകർപ്പൻ ഗോൾ. ആ ഗോളിന് ശേഷം കമൻട്രി ബോക്സിൽ നിന്നും ഇങ്ങനെ പറയാൻ തുടങ്ങി: നെപ്പോട്ടിസത്തിൻ്റെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു. സിമിയോണി തൻ്റെ കഠിനാധ്വാനത്തിലൂടെ കയറി വന്ന താരമാണ്. അർജന്റീന അണ്ടർ 23 ടീമിലും ഒളിമ്പിക്സിലും ഇടം പിടിച്ച സിമിയോണിക്ക് തൻ്റെ 22-ാം വയസ്സിൽ തന്നെ ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണിയുടെ അർജന്റീനയുടെ മെയിൻ ടീമിലേക്ക് വിളി വരുന്നുണ്ട്. 2026 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഉറുഗ്വേക്കെതിരെ തൻ്റെ 2ാം ഇൻ്റർനാഷണൽ മത്സരം കളിക്കുമ്പോഴൊന്നും സിമിയോണി എന്ന നാമം അത്രക്കാർക്കും പരിചയമില്ലാത്തതായിരുന്നു. എന്നാൽ സിമിയോണിയുടെ തലവര തന്നെ മാറി മറയുന്നത് ബ്രസീലിനെതിരെയുള്ള തൻ്റെ 3ാം മത്സരത്തിലാണ്. മത്സരം 3-1 എന്ന സ്കോറിൽ അർജന്റീന ആധിപത്യം ചൊലുത്തി നിൽക്കുന്ന സമയം മത്സരത്തിൻ്റെ 65-ാം മിനിറ്റിൽ തിയാഗോ അൽമാഡയ്ക്ക് പകരം സിമിയോണിയെ ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി കളത്തിലേക്ക് കയറൂരി വിടുന്നുണ്ട്. കൃത്യം 3 മിനിറ്റിനുള്ളിൽ ടാഗ്ലിയാഫിക്കോ നീട്ടി നൽകിയ പന്തിനെ സൂറോ ആംഗിൾ ഫിനിഷിങ്ങിലൂടെ സിമിയോണി ബ്രസീലിൻ്റെ വല കുലുക്കുന്നു. എന്തൊരു സുന്ദരമായ നിമിഷം! അർജന്റീൻ കുപ്പായത്തിലെ തൻ്റെ ആദ്യ ഗോൾ നേട്ടം, അതും ചിരവേരികളായ ബ്രസീലിനെതിരെ. അതിന് ഗ്രൗണ്ടിൽ ആവേശഭരിതനായ സിമിയോണിയെ ശേഷം കാണാൻ സാധിച്ചത് തൻ്റെ അച്ഛൻ സിമിയോണിയുടെ അതേ സെലിബ്രേഷൻ അനുകരിക്കുന്നതായിട്ടാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് സമയമായിരുന്നു അൽവാരസ്, മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നീ താരങ്ങളെ അർജന്റീനയ്ക്ക് ലഭിച്ചത്. ഒടുവിൽ ഇന്നിതാ 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ മറ്റൊരു വജ്രായുധത്തെയും ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി വാർത്തെടുത്തിരിക്കുന്നു. മെസ്സിക്ക് ശേഷം എന്തുകൊണ്ടും അർജന്റീന ഉയർന്നു വരുമെന്ന സൂചനയാണ് സിമിയോണെ പോലത്തുള്ള പുത്തൻ താരങ്ങളുടെ കടന്നുവരവ്. സിമിയോണിയുടെ വേഗതയും ഫിനിഷിങ്ങും അർപ്പണബോധവും അർജന്റീൻ നാഷണൽ കുപ്പായത്തിന് വലിയ കരുത്താകുമെന്ന വിശ്വാസത്തിലാണ് ഓരോ ആൽബിസെലസ്റ്റൻ ആരാധകരും. അതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പുതിയ നക്ഷത്രങ്ങളുടെ മിന്നലാട്ടം ആ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ സ്പോർട്സ് ഡെസ്ക് ഫുട്ട് ആൻഡ് ടൈം.